അങ്ങനെ ഈ തവണത്തെ വൈശാഖ മഹോത്സവം കൊട്ടിയൂരത്തെ വടക്കൻ കേരളത്തിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ ഞായറാഴ്ച പോയി. ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് ഷോർട്സൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വലിയ വീഡിയോ ഒക്കെ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ അവിടെ എത്തിയപ്പം സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. ഇത്രയും മഴയിൽ ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടിയൂർ അമ്പലത്തിൽ ദർശനം നടത്തുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. വല്ലപ്പോഴും മാത്രമേ നമുക്കത് എന്താ വെച്ചാൽ ഒരു വർഷത്തിൽ 28 ദിവസം മാത്രമേ ഇവിടെ പോകാൻ പറ്റൂ. അതിൽ തന്നെ ഒരു തവണ ദർശനം നടത്തിയാൽ പിന്നെ ആരും അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയിൽ ഒരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പോയി നിൽക്കുന്ന സമയത്താണ് കാലാവസ്ഥ ഞങ്ങളെ ചതിച്ചത്. ഞങ്ങൾ 2 വീലറിലാണ് പോയത് കേട്ടോ. 2 വീലറിൽ പോയി. പക്ഷെ ഞങ്ങൾ എത്തിപ്പെടാൻ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 3 മണിക്കൂറായി ഇത്തവണ. 3 മണിക്കൂർ, ഒരു പൊതുവേ 1.5 മണിക്കൂറുണ്ട്, 60 കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾ 3 മണിക്കൂർ എടുത്തിട്ടാണ് എന്ത് ചെയ്തത് അവിടെ എത്തിയത്. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവസ്ഥ. ഭയങ്കര പ്രതികൂലമായിരുന്നു കാലാവസ്ഥ. പിന്നെ ഭയങ്കര ബ്ലോക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു 2 വീലർ എടുത്തിട്ട് പോലും ഞങ്ങൾക്ക് വെട്ടിച്ച് വരാൻ പറ്റാത്ത അത്രയും ബ്ലോക്കായിരുന്നു. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇടിച്ചു കയറി വന്നു. ഇവിടെ വന്നപ്പോൾ മഴയാണെങ്കിൽ നിർത്തുന്നില്ല. മഴ നിർത്താതെ ഞങ്ങൾക്ക് വണ്ടി ഇവിടെ കൊണ്ടുവരാൻ പറ്റാതെ ഞങ്ങൾ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് വച്ച് മഴയത്ത് നടന്ന് വന്ന് പിന്നെ നനഞ്ഞു കുളിച്ച് ദർശനമൊക്കെ നടത്തി. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ദർശനമായിരുന്നു. പക്ഷെ എന്തോ കൊട്ടിയൂർ അമ്പലത്തിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ്. ഗുരുവായൂർ അമ്പലം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ വർഷങ്ങളും ഗുരുവായൂർ അമ്പലത്തിൽ ഒരു വർഷം ഒരു 4 തവണ 5 തവണയൊക്കെ പോയി തൊഴും. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വരുന്ന ഒരു ക്ഷേത്രം കൊട്ടിയൂരാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൊട്ടിയൂരത്തെ വൈശാഖ മഹോത്സവമാണ്. എന്തുകൊണ്ടോ ശിവൻ സ്വയംഭൂവായിട്ടൊക്കെ നിൽക്കുന്ന, ദക്ഷയാഗം നടന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമല്ലേ. നമ്മുടെ ത്രിമൂർത്തികളുടെ എല്ലാവരുടെ ഐശ്വര്യവും ചൈതന്യമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഇതായതുകൊണ്ട് എനിക്കൊരുവിധം നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് എൻ്റെ ഒരുവിധം ആഘോഷങ്ങളൊക്കെ മിസ്സിങ് ആണ്. പക്ഷേ എനിക്ക് ഒരിക്കലും മുടങ്ങിപ്പോകാതെ കിട്ടുന്ന വളരെ ചുരുക്കം ചില ആഘോഷങ്ങളിലൊന്ന് കൊട്ടിയൂർ അമ്പലത്തിലെ ഈ മഹോത്സവമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു കൊറോണയുടെ 1-2 വർഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒരു 10-18 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു അമ്പലമാണ് കൊട്ടിയൂരത്തെ അമ്പലം. അതിന് മഴയോ ഒന്നും തടസ്സമില്ല. പക്ഷേ ഈ തവണ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ നിന്നതും വന്നതും പോയതും തൊഴുതും ഒക്കെ.